അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 19 വാക്യം ഇപ്രകാരം പറയുന്നു: അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. കുരിശിൽ കിടന്നുകൊണ്ട് ജീവൻ പിടയുമ്പോഴും യേശു പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ശത്രുക്കളോട് ക്ഷമിക്കുവാൻ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റേത്. അന്ത്യത്താഴവേളയിൽ തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവനോടും തന്നെ തള്ളിപ്പറയാനിരുന്നവനോടും കൂടി ഭക്ഷിക്കുകയും അവർക്ക് സ്വജീവൻ പകുത്തു നൽകുകയും ചെയ്ത യേശുവിൻ്റെ സ്നേഹം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ശത്രുക്കളെ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ലൂക്കായുടെ സുവിശേഷം 6 അധ്യായം 31 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. സ്നേഹം നിറഞ്ഞവരെ, നാം എപ്പോഴും നമ്മോട് മറ്റുള്ളവർ നല്ല രീതിയിൽ പെരുമാറണമെന്നും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ലത് പറയണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുകയില്ല. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുനാഥന് വേണ്ടി ശത്രുക്കളെ കുറിച്ച് നമുക്ക് നല്ലത് പറയാം. അപ്പോൾ അവർ നമ്മുടെ മിത്രങ്ങളാകും. അവർ നമ്മെക്കുറിച്ചും നല്ലത് പറയും. അവർക്ക് നമ്മളും മിത്രങ്ങളായിത്തീരും. അങ്ങനെ യേശുവിന് സ്നേഹത്തിൽ വർത്തിക്കുന്ന സഹോദരങ്ങളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായി യേശുനാഥൻ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ പിതാവ് കരുണയുള്ളത് ആയിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും പരസ്പരം വിദ്വേഷത്തിൽ കഴിഞ്ഞിരുന്നവർ അപകട സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നായിത്തീർന്ന് മറ്റുള്ളവനെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നത്. യേശു അയൽക്കാരനാകാൻ പറയുന്നത് അങ്ങനെയാണ്. മറ്റുള്ളവരുടെ കരുണയായിരുന്നു കൊണ്ട് അവരെ സഹായിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങുമ്പോഴാണ് നാം മറ്റുള്ളവർക്ക് നല്ല അയൽക്കാരായിത്തീരുന്നതും. അങ്ങനെയാണ് നമുക്ക് സ്നേഹത്തിൽ വർത്തിക്കുവാനായിട്ട് സാധിക്കുക. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമുക്കും നല്ല അയൽക്കാരനാകാം, കരുണയുള്ളവനാകാം. മറ്റുള്ളവരോട് നമുക്കും നല്ല രീതിയിൽ പെരുമാറാം. അങ്ങനെയാകുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അനുസരണത്തിൻ കീഴിൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് നമ്മോട് പറഞ്ഞ കാര്യം നമുക്കും അനുസരിക്കാം, ശത്രുക്കളെ സ്നേഹിക്കാം. അതിനായി സർവേശ്വരൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.